പൂരവുമായി ബന്ധപ്പെട്ടുള്ള ചില വിവാദങ്ങൾക്ക് കൂടി തുടക്കമിട്ടിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി. പക്ഷെ ആ വിശദാംശങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ആ വാർത്തയുടെ വിശദാംശങ്ങളും കൂടി. ഇന്ന് ADGP മനോജ് എബ്രഹാം സമർപ്പിച്ച റിപ്പോർട്ടിന്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തൃശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട ത്രിതല തലത്തിലായിരുന്നു അന്വേഷണം ഉണ്ടായത്. ക്രൈംബ്രാഞ്ച് അതോടൊപ്പം തന്നെ ADGP MR അച്യുതകുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അന്വേഷിക്കാൻ ഒപ്പം തന്നെയാണ് ഈ ദേവസ്വങ്ങൾ വിവിധ വകുപ്പുകൾ ഗൂഢാലോചന നടത്തി പൂരം മുടങ്ങാൻ അല്ലെങ്കിൽ പൂരം കലങ്ങുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എന്നൊരു ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ ഈ വിഷയത്തിലാണ് ഈ അന്വേഷണങ്ങളുടെ എല്ലാം കൂടെ ഭാഗമായി മനോജ് എബ്രഹാമിന് ചുമതല നൽകിക്കൊണ്ട് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയത്. അങ്ങനെ ത്രിതല തന്നെ അന്വേഷണത്തിൽ ഈ മറ്റ് വകുപ്പുകളുടെ ഇടപെടലുകളും അന്നത്തെ സാഹചര്യങ്ങളും ഒക്കെ വിലയിരുത്തുന്ന അന്വേഷണമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പോലീസിന്, അതായത് ഈ പറയുന്ന വകുപ്പുകൾക്കൊന്നും ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിലെ പ്രധാന പരാമർശം എന്ന് പറയുന്നത്. അതായത് പോലീസിനൊഴികെ മറ്റൊരു വകുപ്പുകൾക്കും ഈ വിഷയത്തിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത്. എന്തായാലും പോലീസിന്റെ വീഴ്ചകൾ സംബന്ധിച്ച ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിന്റെ റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ എന്താണ്, ആരൊക്കെയാണ് ഉത്തരവാദികൾ എന്ന രീതിയിൽ ഈ പറയുന്ന അന്വേഷണത്തിൽ കണ്ടെത്തുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇന്നത്തെ ഈ പറയുന്ന ഇപ്പോൾ പുറത്തു വന്ന ഈ റിപ്പോർട്ടിന്റെ ഭാഗങ്ങളിൽ ഈ വിവിധ വകുപ്പുകൾ, പ്രത്യേകിച്ച് തദ്ദേശം, ജില്ലാ ഭരണകൂടം, ഒപ്പം മറ്റ് വനം വകുപ്പ് പോലെയുള്ള വകുപ്പുകൾ, ഇവയുടെയൊക്കെ എക്സ്പ്ലോസീവ്സ് വകുപ്പ്, ഇവയുടെയൊക്കെ പ്രവർത്തനങ്ങളായിരുന്നു വിലയിരുത്തിയത്. ഇതിൽ കാര്യമായ വീഴ്ചകളൊന്നും ഉണ്ടായിട്ടുള്ളതായി കണ്ടെത്തിയിട്ടില്ല. പക്ഷേ 20ഓളം നിർദ്ദേശങ്ങളുണ്ട് ADGP മനോജ് എബ്രഹാം സർക്കാരിന് മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട്. അതിലൊന്ന് ഏറ്റവും ശ്രദ്ധേയമായ നിർദ്ദേശം എന്ന് പറയുന്നത് ഈ എക്സ്പ്ലോസീവ് വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. എക്സ്പ്ലോസീവ് വകുപ്പിൽ പ്രത്യേകിച്ച് വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് ഈ വകുപ്പിൻ്റെയോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നോക്കിക്കാണേണ്ട അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെയോ സാന്നിധ്യം പലപ്പോഴും പൂരനഗരിയിൽ ഉണ്ടാകുന്നില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അത് പൂർണ്ണമായും ദേവസ്വങ്ങൾക്ക് വിട്ടുകൊടുത്തൊരു സാഹചര്യം എന്നൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാകണമെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. എന്തായാലും ത്രിതല അന്വേഷണത്തിൽ ഒരു അന്വേഷണം പൂർത്തിയായിരിക്കുന്നു. ഇനി 2 അന്വേഷണങ്ങളും കൂടി പൂർത്തിയാക്കി പോലീസ് റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. ദേവിക. ശരി പ്രജിത്ത്, മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ. ഈ വെടിക്കെട്ട് നടത്തുന്നതിൽ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്ന് കൂടി ഒരു നിർദ്ദേശം വരുന്നൊരു സാഹചര്യമുണ്ട്. ഈ പൂരങ്ങൾക്കെല്ലാം തന്നെ ഏത് പൂരം നടന്നാൽ പോലും അതിൽ കൃത്യമായ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ദുരന്തങ്ങൾ വന്നേക്കാം, അല്ലെങ്കിൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താതിരിക്കാനാണ് അത്തരം ഒരു സാഹചര്യം കൂടിയുള്ളത്. അപ്പോൾ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? ദേവിക, വെടിക്കെട്ട് നടത്തുന്നതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലോസീവ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ പലപ്പോഴും ഈ പൂരനഗരിയിൽ ഉണ്ടാകാറില്ല. അതോടൊപ്പം തന്നെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് പോലെയുള്ള ഉദ്യോഗസ്ഥർ, അവർക്ക് ഇതിന്റെ ഉത്തരവാദിത്തമുണ്ട്. ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ സുരക്ഷ ഒരു കാര്യങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പാലിക്കേണ്ട അകലങ്ങൾ പാലിച്ചിട്ടുണ്ടോ, ഓരോ സ്ഥലത്തും ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്, ഇതിലൊക്കെ ഒരു നിരീക്ഷണവും നിയന്ത്രണവും ഒക്കെ നടത്തേണ്ട, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ആരും തന്നെ ഈ മേഖലകളിൽ ഉണ്ടാകാത്തൊരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് സംബന്ധിച്ചാണ് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശകളൊന്ന്. അതായത് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് വിഭാഗത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ, ഇവർ ഏത് സമയത്തും, പ്രത്യേകിച്ച് ഈ വെടിക്കെട്ടൊക്കെ പോലെയുള്ള സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ആ പ്രദേശത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാതലായ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. നിലവിലത്തെ അവസ്ഥ പൂർണ്ണമായും ദേവസ്വങ്ങൾക്ക് ഈ വെടിക്കെട്ടടക്കമുള്ള കാര്യങ്ങൾ വിട്ടുകൊടുത്ത ഒരു രീതിയാണ് എന്നുള്ളതും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും വലിയ വിമർശനങ്ങളൊന്നും പറയുന്ന രീതിയിൽ ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് 20ഓളം നിർദ്ദേശങ്ങളുണ്ട്. പക്ഷേ അപ്പോഴും ഈ പറയുന്ന വകുപ്പുകൾക്ക്, വനം വകുപ്പിന്, തദ്ദേശ സ്വയംഭരണ വകുപ്പിന്, അതോടൊപ്പം തന്നെ എക്സ്പ്ലോസീവ് വകുപ്പിന്, ഒപ്പം ജില്ലാ ഭരണകൂടത്തിനും കാര്യമായ വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൻ്റെ മറ്റൊരു കാതലായ വശം. ഞാൻ ഈ റിപ്പോർട്ട് നൽകേണ്ടി വന്ന സാഹചര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ദേവസ്വങ്ങളടക്കം വനംവകുപ്പ് അടക്കമുള്ള വിവിധ വകുപ്പുകൾ ഗൂഢാലോചന നടത്തി പൂരം അട്ടിമറിക്കാൻ ശ്രമം നടത്തി, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഏജൻസികളുടെയൊക്കെ ഒരു ഇടപെടൽ ഉണ്ടായി എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പോലീസ് ഒഴികെയുള്ള മറ്റു വകുപ്പുകൾക്കെതിരെയും ആ പൂരം ദിവസത്തെ അവരുടെ ഇടപെടലുകളെ കുറിച്ചുമുള്ള ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അതിലാണ് ഇപ്പോൾ ADGP റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ദേവിക.